അസ്സലാമു അലൈക്കും. ഞാൻ ഈ മദാറിൻ്റെ മണ്ണിൽ വന്ന് എൻ്റെ രണ്ടാമത്തെ അലിഫെസ്റ്റാണിത്. ഈ അലിഫെസ്റ്റിൻ്റെ വർണ്ണാഭമായ വേദിയിൽ നിങ്ങളോട് ഞാനൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണേ. നിങ്ങൾക്ക് അലിയാരെ അറിയില്ലേ? മുത്തുനബിയുടെ ഓമന പുത്രി ഫാത്തിമത്ത് സുഹറയുടെ പ്രിയതമൻ. അലി എന്ന് കേട്ടാൽ ഒരു പുലിയെയാണ് നമുക്ക് ഓർമ്മ വരികയല്ലേ? അവർ കുട്ടിയായിരുന്ന കാലം പോം പോം പീം പീം വണ്ടിയും വിട്ട് ഓടിച്ചാടി വരികയാണ്. സ്റ്റാറിംഗ് ആയി കയ്യിൽ ഒരു കമ്പി കഷ്ണവുമുണ്ട്. തങ്ങളൊരു ഇടവയിലെത്തിയതും മുന്നിലതാ നിൽക്കുന്നു പോത്തുപോലെ പോന്ന ഒരു സാധനം. തങ്ങൾ തല ഉയർത്തി നോക്കി. അക്കുൽ ബുദ്ധ്, മക്കയിലെ വില്ലാളി വീരൻ, ജഗ പോക്കിരി. പക്ഷേ അലിയാർ ഭയപ്പെട്ടില്ല. വയത്തെ മാനിച്ചുവായി മാറി നടന്നു. ബുദ്ധൂസ് അലിക്കുട്ടിയെ തള്ളി താഴെയിട്ടു. അലിക്കുട്ടി വീണു. കാൽ പൊട്ടി പൊട്ടി ചോരയൊലിച്ചു. എന്തിനാ കാക്ക വഴിമാറി നടന്നിട്ട് നിങ്ങൾ എന്നെ തള്ളിയിട്ടത്? ഹും, തള്ളിയിട്ടാൽ നീ എന്താ മൂക്കിൽ കയറ്റുമോ? ബുദ്ധൂസ് മുദ്രയിട്ടു. അലി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നടന്നു. ആ നിമിഷം ബുദ്ധൂസ് വാളൂരി അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടി. അലി റളിയല്ലാഹു അൻഹു കയ്യിലുള്ള കമ്പി കഷ്ണം കൊണ്ട് തടഞ്ഞു. വെട്ട് തടവ്, വെട്ട് തടവ്. ബുദ്ധൂസ് മുന്നേറുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ നിമിഷം അല്ലാഹു അക്ബർ. അയ്യോ അയ്യേ, ബുദ്ധൂസ് ഒരു വലയത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അത് അയക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ കുടുങ്ങി. അലി റളിയല്ലാഹു അൻഹു തൻ്റെ പാട്ടിന് പോയി. വിവരമറിഞ്ഞ മക്കാ മുശ്രിക്കന്മാരുടെ നേതാക്കൾ ഓടിയെത്തി. ആ കാഴ്ച കണ്ടവർ അന്താളിച്ചു നിന്നു. അലിയെ കൊല്ലാൻ ഇറങ്ങിയ നമ്മുടെ സർവകലാവല്ലഭനതാ അനങ്ങാൻ കഴിയാതെ കിടന്നു പോകുന്നു. എന്താ, എന്തു പറ്റി? ഓ അലി, ഇതൊന്ന് ഊരിത്തരൂ, ഞാനിപ്പം ചാകും. അവരത് അയക്കാൻ ശ്രമിച്ചതും അയ്യോ അയ്യേ, മാഫി ഫായിദ, ഇനി എന്തു ചെയ്യും? അവർ ചർച്ച ചെയ്തു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരു ഹംസ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു വലയം ഊരുന്നതിനെ പറ്റി കുറേ സമയം ചിന്തിച്ചിട്ടും ഒരു ഐഡിയയും കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യും? ബുദ്ധൂസാണെങ്കിൽ ചീർത്ത് വീർത്ത് ഒരു ഹിപ്പോപ്പൊട്ടാമസ് പരുവത്തിലായിട്ടുണ്ട്. തൊടുമ്പേക്കും ഓ കാരിക്കരയുന്നു. ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ട് നജുവദിന്റെ മക്കൾ ഞെട്ടി. വലയം കുരുക്ക് ഊരുന്നതിന് അലി റളിയല്ലാഹു അൻഹുവിനല്ലാതെ സാധിക്കില്ല. നിങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ പോയി സമീപിക്കൂ. ജ്ഞാനമുള്ളവരാ പണിക്ക് നിൽക്കുമോ കൂട്ടുകാരാ? ഇത്തിരി പോന്ന അലിയുടെ കാൽ പിടിക്കലല്ലേ അത്? ഗദ്യതയില്ലാതെ അവർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിനെ ബുദ്ധൂസ് ആക്രമിക്കില്ല എന്ന് സമ്മതിക്കുകയും ചെയ്തു. അലി റളിയല്ലാഹു അലൈഹി ഊരുകയും ബുദ്ധൂസ് തല താത്തി മാപ്പ് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. കൂട്ടുകാരെ, ഈ കഥയിലൂടെ നമുക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ ആരെയും ചെറുതായി കാണരുത്, എല്ലാവരെയും ഒരുപോലെ കാണണം. എന്താ, എൻ്റെ കഥ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പോട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.